അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ നമ്മുടെ ടോബി മെഗ്വയറിൻ്റെ സ്പൈഡർമാൻ വരുന്നുള്ളത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 70% കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അതിനനുസരിച്ചിട്ടുള്ള ലീക്സ് ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിൽ നമ്മുടെ ടോബി മെഗ്വയർ സാധാ ഒരു സൂട്ടിലല്ല വരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ടോം ഹോളണ്ടിനൊക്കെ ഉള്ള പോലെ ഒരു അയൺ സ്പൈഡർ സൂട്ടിലാണ് പുള്ളി വരാൻ പോകുന്നതെന്നും മാത്രമല്ല അതിൽ നമ്മുടെ ഗോസ്റ്റ് റൈഡറൊക്കെ വരുന്നുണ്ടൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ലീക്സൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ കറണ്ടായിട്ടുള്ള DCUവിൽ പുതിയ ബാറ്റ്മാൻ ഇതുവരെ കാസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ആ ബാറ്റ്മാനായിട്ട് ഒരാളെ കാസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അപ്ഡേറ്റ്സും ലീക്സൊക്കെ ഉണ്ട്. സോ അതൊക്കെ എന്താണെന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ കൂടുതൽ ഓർമ്മ ബോറടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ RDJ മറ്റേ കസാര അടുക്കി വെച്ചിട്ട് കുറേ കാസ്റ്റ് റിവീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നമ്മുടെ ടോബി മെഗ്വയറിൻ്റെ പേരൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്ലോട്ടിലേക്ക് സെറ്റ് പിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനം ലീക്കായ ടൈമിൽ മാത്രമല്ല ഇതിൻ്റെ പ്ലോട്ട് തന്നെ ഓൾമോസ്റ്റ് പുറത്ത് വന്ന ആ ടൈമിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. അതായത് ഈ ഇൻകേഷൻസ് ഒക്കെ നടക്കുന്ന ആ ടൈമിൽ ഈ പടം തന്നെ ഓപ്പൺ ആവാൻ വേണ്ടി പോകുന്നത്, അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഓപ്പൺ ആവാൻ വേണ്ടി പോകുന്നത് തന്നെ ഒരു യൂണിവേഴ്സിൻ്റെ അവസാനം കാണിച്ചുകൊണ്ടാണ്. അതായത് നമ്മുടെ എക്സ്മെൻ യൂണിവേഴ്സ് ഒരു യൂണിവേഴ്സിനെ ഡിസ്ട്രോ ചെയ്യുന്ന പോലെ അങ്ങനെ ആ തകർക്കപ്പെടുന്ന യൂണിവേഴ്സ് നമ്മുടെ ടോബി മെഗ്വയറിൻ്റെ സ്പൈഡർമാൻ്റെ യൂണിവേഴ്സ് ആണെന്നും അങ്ങനെ വേറെ ആരും ഹെൽപ്പിനില്ലാതെ നമ്മുടെ ടോബി മെഗ്വയർ ഒറ്റയ്ക്ക് ആ എക്സ്മെൻസിനൊക്കെ എതിർത്ത് പോരാടുന്ന പോലെ കാണിക്കാൻ വേണ്ടി പോകണമെന്നൊക്കെയാണ് ആ പ്ലോട്ട് ലീക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ചില ഇൻസൈഡേഴ്സൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആ ഫൈറ്റ് എന്തായാലും നടക്കുന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ നമ്മുടെ ടോബി മെഗ്വയറിന് ഒരു അയൺ സ്പൈഡർ സ്റ്റൈലുള്ള ഒരു സ്യൂട്ടും കൂടി ഒരു അപ്ഗ്രേഡ് പോലെ കൊടുക്കുന്നുണ്ടാവുന്നത്. അതെങ്ങനെയാണെന്ന് ഇവരതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. മാത്രമല്ല ഇതിൽ നമ്മുടെ എക്സ്മെൻസിലെ മഗ്നീറ്റോയുടെ കൈകൊണ്ട് ഡോക്ടർ ഒക്ടോപ്പസിൻ്റെ തല തന്നെ എടുക്കുന്ന പോലെ ഒരു സീനൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ സംഭവിക്കുന്നതല്ലേ? ആക്ച്വലി ഓൾറെഡി നോവേ ഹോമിൽ എന്തായാലും നമ്മുടെ ഡോക്ടർ ഒക്ടോവിയസിനെ നല്ലവനാക്കി തിരിച്ചയച്ചല്ലോ. അപ്പോൾ പുള്ളി എന്തായാലും അവിടെ ജീവനോടെ ഉണ്ടാവണമല്ലോ. അങ്ങനെ ഡോക്ടർ ഒക്ടോവിയസും നമ്മുടെ സ്പൈഡർമാനും ഒരുമിച്ച് ചേർന്നിട്ടായിരിക്കും ഈ എക്സ്മെൻസിനെ എതിർക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല ഈ എക്സ്മെൻസ് ഈ യൂണിവേഴ്സുകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി പോകുന്ന തന്നെ ഒരു എർത്ത് കില്ലിംഗ് ബോംബ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതായത് കോമിക്സിലേക്ക് അത് നമ്മുടെ മോളിക്യൂൾ മാനെ വെച്ചിട്ടാണ്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ബോംബ് പോലത്തെ ഒരു സാധനം നമ്മുടെ ബീസ്റ്റ് അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും ഇവർ നശിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അത് വെച്ചിട്ട് നമ്മുടെ വൂൾവറിന് ഡെഡ്പൂളും ഫൈറ്റ് ചെയ്യുന്ന പോലെ ടോബി മെഗ്വയർ സ്പൈഡർമാൻ ഫൈറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ചില സീൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ലീക്സൊക്കെ ഉണ്ടായിരുന്നു. അത് ആണോ അല്ലയോ സത്യമാണോ എന്ന് പോലും നമുക്കിപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി ഇപ്പുറത്ത് നമ്മുടെ DCUവിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർമാൻ 2 അതായത് മാൻ ഓഫ് ടുമോറോ എന്ന് പറഞ്ഞുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സെറ്റ് പിക്സ് ഒക്കെ ലീക്കായിട്ടുണ്ട്. അതായത് നമ്മുടെ സൂപ്പർമാനും പിന്നെ കോമിക് ആക്യുറേറ്റ് സൂട്ടിൽ നമ്മുടെ ലെക്സ് ലൂഥർ പുള്ളിയുടെ ആ സൂട്ടിൽ നിൽക്കുന്ന പോലെയൊക്കെ. അതായത് ഇവർ രണ്ടുപേരും ടീമപ്പ് ചെയ്തിട്ടാണ് ഈ പടത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. ബ്രെയിനിയാക്കാണ് ഇതിൽ മെയിനായിട്ട് വില്ലനായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ബ്രെയിനിയാക്കിനെ എതിർത്തിട്ട് നമ്മുടെ സൂപ്പർമാനും ലെക്സ് ലൂഥർ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അതിൻ്റെ കുറച്ച് സ്റ്റിൽസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ആക്ച്വലി കൊള്ളാം. കോമിക് ആക്യുറേറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ആ ലെക്സ് ലൂഥറിൻ്റെ ആ സൂട്ടൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആകെ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പ് ഇറങ്ങി വീണ് ബോംബ് പൊട്ടിയൊരു സാധനം ഉണ്ടല്ലോ സൂപ്പറുകൾ, അത് ഇതിൽ വരുന്നുണ്ട്. എന്താവോ എന്തോ. പിന്നെ DCUവിൽ ഇതുവരെയും കാസ്റ്റ് ചെയ്യാത്ത ഒരാളായിരുന്നു നമ്മുടെ ബാറ്റ്മാൻ. ക്ലേ ഫേസിൽ നമ്മുടെ ബാറ്റ്മാൻ്റെ കുറച്ച് ഹിൻസൊക്കെ കൊടുക്കുന്നു. പിന്നെ മാൻ ഓഫ് ടുമോറിൽ ജസ്റ്റ് ഒരു ക്യാമിയോ പോലെയൊക്കെ ചിലപ്പോൾ ബാറ്റ്മാനെ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ബാറ്റ്മാനെ കാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട്സാണ് വരുന്നത്. അതായത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അറിയപ്പെടാത്ത ഒരു ആക്ടറിനെ ആയിരിക്കും കാസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ആരായിരിക്കും എന്നൊക്കെ വരും പറയാം. പിന്നെ അടുത്തൊരു ലീക്കാണ്. അതായത് നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഗോസ്റ്റ് റൈഡർ വരാൻ വേണ്ടി പോകണമെന്ന്. ആക്ച്വലി ഇതിന് മുമ്പ് ഇതേപോലെ റൂമർ നമ്മൾ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ കേട്ടിട്ടുണ്ടാവും. അതായത് അതിൽ ഗോസ്റ്റ് റൈഡർ വരും, അയൺമാൻ മറ്റേത് വരും, സൂപ്പീരിയർ അയൺമാൻ വരും, മറിച്ചത് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഈ ഡൂംസ്ഡേയിൽ നമ്മുടെ ഗോസ്റ്റ് റൈഡർ വരുന്നുള്ള പോലെ ഒരു ക്ലിപ്പ് തന്നെ ലീക്കായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ റൂമേഴ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല അങ്ങനെ ആ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ ഗോസ്റ്റ് റൈഡറിൻ്റെ ആ ക്ലിയർ അല്ലാത്ത ആ ക്ലിപ്പ് നമ്മുടെ മാർവൽ ഡിസ്നി തന്നെ DMC സ്ട്രൈക്ക് കൊടുത്തിട്ട് 1-2 പേരുടെ ഞാൻ റിമൂവ് ചെയ്തെന്നും പിന്നെ പിന്നെ അത് റയാൻ ഗോസ്ലിനാണ് ഗോസ്റ്റ് റൈഡറായിട്ട് വരുന്നത്, ഇന്ന ആളാണ് അതാളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങി ഇപ്പോൾ ഇൻ്റർനെറ്റിൽ. സോ ഈ ക്ലിപ്പ് ലീക്കായത് സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാരണം ഇപ്പോഴത്തെ AI സംഭവം വെച്ചിട്ട് ഏതാ ലീക്ക് ഏതാ ഒറിജിനലായിട്ടുള്ള ലീക്ക് എന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും മാർവൽ സ്ട്രൈക്ക് കൊടുത്ത സ്ഥിതിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമോ നോക്കിയേക്കാം. എന്തായാലും പടം വരുമല്ലോ. എന്തായാലും DCUവിൽ ഇതുവരെ ബാറ്റ്മാൻ വന്നിട്ടില്ല. അതായത് നമ്മുടെ ഒറിജിനലായിട്ട് DCUവിൽ ഒരു ബാറ്റ്മാൻ വന്നിട്ടില്ല. ബാറ്റ്മാൻ 2 പ്രൊഡക്ഷനിലുണ്ട്. പക്ഷേ അതൊരു എൽസവേൾഡ് സ്റ്റോറി ആയിട്ടാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഫാൻസിന് എല്ലാവർക്കും അർമാദിക്കാൻ പറ്റുന്ന പോലെ ഒരു സാധനം ഇറക്കാൻ വേണ്ടി പോവാണ് DC.
അതായത് ദ അബ്സല്യൂട്ട് ബാറ്റ്മാൻ. ആക്ച്വലി അബ്സല്യൂട്ട് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ DC കോമിക്സിലുണ്ട്. അതായത് അബ്സല്യൂട്ട് സൂപ്പർമാൻ, അബ്സല്യൂട്ട് ബാറ്റ്മാൻ, അബ്സല്യൂട്ട് വണ്ടർ വുമൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് നോർമൽ ആയിട്ടുള്ള നമ്മുടെ ആ സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ കുറച്ചുകൂടി ഒരു ബ്രൂട്ടൽ ആൻഡ് ഒരു വേറെ തന്നെ ഒരു ശൈലിയിൽ കാണിക്കുന്ന ആ കോമിക്സാണത്. അതായത് അതിൽ നമ്മുടെ നോർമൽ സൂപ്പർമാൻ ഒന്നല്ല, സൂപ്പർമാൻ്റെ ആ ഒറിജിൻ തന്നെ ചില രീതിക്കൊന്ന് മാറ്റിയിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൽ നമ്മുടെ ബ്രൂസ് വെയിൻ അത്ര വലിയൊരു ബില്യണറൊന്നുമല്ല, പുള്ളിയുടെ ആ ഒറിജിൻ സ്റ്റോറിയൊക്കെ വേറെ തന്നെ രീതിക്കായിരിക്കും ഈ അബ്സല്യൂട്ട് കോമിക്കിൽ മാറ്റിയിട്ടുണ്ടാവുക. അങ്ങനെ അത് അഡാപ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു അനിമേറ്റഡ് മൂവി വരാൻ വേണ്ടി പോവാണ്. സോ ഡയറക്റ്റ് ആ കോമിക് തന്നെ അഡാപ്റ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ആ ഒറിജിൻ സ്റ്റോറി എങ്കിലും അത് അങ്ങനെ തന്നെ അഡാപ്റ്റ് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ നിങ്ങൾ ഓൾറെഡി കുറേ കേട്ടിട്ടുണ്ടാവും, അതായത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ എൻഡിൽ നമ്മുടെ സ്പൈഡർമാൻ മരിക്കാൻ വേണ്ടി പോവാണെന്നുള്ള കാര്യം. ആക്ച്വലി ഇതിന് മുമ്പ് ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ പ്ലോട്ട് ലീക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ലീക്കായ ടൈമിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ സ്പൈഡർമാൻ മരിക്കുന്ന പോലെ തന്നെയായിരുന്നു ആ പ്ലോട്ട് ലീക്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ പടത്തിൻ്റെ എൻഡിൽ നമ്മുടെ ആ വനത്തിൻ്റെ ആ ചെറിയ അംശം വന്നിട്ട് നമ്മുടെ സ്പൈഡർമാൻ്റെ ദേഹത്ത് കയറുന്ന പോലെയും അങ്ങനെ പുള്ളി റിവൈവായി വരുന്ന പോലെയാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ഇൻസൈഡേഴ്സ് റിപ്പോർട്ടൊക്കെ അനുസരിച്ചിട്ട് ഇത് പടത്തിൻ്റെ എൻഡിൽ നമ്മുടെ സ്പൈഡർമാൻ മരിക്കുന്നുള്ള പോലെ തന്നെയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഡയറക്റ്റ് നമ്മൾ സ്പൈഡർമാനെ പിന്നെ കാണാൻ വേണ്ടി പോകുന്നത് സീക്രട്ട് വാർസിലായിരിക്കും. ഡൂംസ്ഡേയിൽ ഇതുവരെ സ്പൈഡർമാൻ ഉള്ള പോലെ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല മിക്കവാറും ഉണ്ടാവുമെന്ന്. എന്തായാലും ഇനി ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കഴിഞ്ഞാൽ ചിലപ്പോൾ ഡൂംസ്ഡേയുടെ വല്ല പോസ്റ്റ് ക്രെഡിറ്റ് സീനിലോ അല്ലെങ്കിൽ പിന്നെ സീക്രട്ട് വാർസിലായിരിക്കും ചിലപ്പോൾ നമുക്ക് സ്പൈഡർമാനെ കാണാൻ പറ്റുക. പിന്നെ നിങ്ങൾ കുറേ റൂമേഴ്സ് കേട്ടിട്ടുണ്ടാവും, അതായത് നമ്മുടെ റൂസോ ബ്രദേഴ്സ് ഈ അവഞ്ചേഴ്സ്, അതായത് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോകുന്ന ഡൂംസ്ഡേയും സീക്രട്ട് വാർസും അല്ലാതെ വേറൊരു അവഞ്ചേഴ്സ് പ്രോജക്റ്റിലും കൂടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അത് ചിലപ്പോൾ എല്ലാവരും പറയുന്നത് സീക്രട്ട് വാർസ് തന്നെ 2 പാർട്ടാക്കും, അതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ആക്കും. അതും അല്ലെങ്കിൽ ഈ സീക്രട്ട് വാർസിന് ശേഷം വേറൊരു അവഞ്ചേഴ്സ് പടം ഇറങ്ങാൻ വേണ്ടി പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെ ആവാനാണ് ചാൻസ്. കാരണം ഈ സീക്രട്ട് വാർസിന് ശേഷം മെയിനായിട്ട് മ്യൂട്ടൻസിനെ നമ്മുടെ MCUയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് അതിൽ നമ്മുടെ അവഞ്ചേഴ്സ് വരില്ല എന്നല്ല. അതിന് ശേഷമാണ് ബ്ലാക്ക് പാന്തർ 3, നമ്മുടെ ഷാങ്ചി 2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പടങ്ങളൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. സോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മ്യൂട്ടൻസിൻ്റെ കഥയും കൂടി പറഞ്ഞു പോകും. ചിലപ്പോൾ ഈ അവഞ്ചേഴ്സിനും മ്യൂട്ടൻസിനും തമ്മിലുള്ള ഒരു ക്ലാഷ് നടക്കുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ ആ അടുത്ത അവഞ്ചേഴ്സിൻ്റെ സീക്രട്ട് വാർസിന് ശേഷമുള്ള ആ അവഞ്ചേഴ്സ് പടം വരാൻ വേണ്ടി പോകുന്നത്. സോ ചിലപ്പോൾ ആ പടത്തിനുള്ളൊരു ബേസ് ഇപ്പോഴങ്ങ് ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കറിയാവുമെന്ന് എനിക്കറിയില്ല, എന്നാൽ അറിയാൻ വേണ്ടി പറയുകയാണ്, നമ്മുടെ ഡെയർ ഡെവിൽ ബോൺ അഗെയിൻ്റെ സീസൺ 3യുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ ഡെയർ ഡെവിലിന് പുതിയൊരു സൂട്ട് കിട്ടാൻ വേണ്ടി പോവാണ്. ആ സൂട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഈ ഒരു സീസൺ 3ൽ തന്നെ നമ്മുടെ ഇലക്ട്ര റിട്ടേൺ ആവാൻ വേണ്ടി പോവാണ്. പിന്നെ ഇലക്ട്ര വേഴ്സസ് ബുൾസൈ എന്നുള്ളൊരു ഫൈറ്റൊക്കെ ഉണ്ടാവുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ബ്രാൻഡ് ന്യൂ ഡേയിലേക്ക് വരുമ്പോൾ പടം സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ആക്ടർ തന്നെ മതി, അതായത് ടോം ഹോളണ്ട് തന്നെ മതി, വേറെ ആരും വേണ്ട പടം സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പുള്ളിക്ക് എന്താ എവിടെ പറയേണ്ടതെന്നുള്ളൊരു ധാരണയില്ല. അങ്ങനെയാണ് പുള്ളി അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറൊക്കെ സ്പോയിൽ ചെയ്തിട്ടുണ്ടാവുക. പല ഇൻ്റർവ്യൂസിലും പുള്ളിയുടെ കൂടെ അത്രയും വലിയ ആൾക്കാർ തന്നെയാണ് വന്നിരിക്കുക, പുള്ളിയുടെ വായെന്ന് അറിയാതെ പോലെ എന്തെങ്കിലുമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇപ്രാവശ്യം ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ സ്പൈഡർമാൻ്റെ ടോം ഹോളൻ്റെ വായെന്ന് അറിയാതെ ഒന്ന് വീണുപോയി. അതായത് എല്ലാവരും മറന്നു, ഒരാളൊഴികെ സ്പൈഡർമാനാണ് പീറ്റർ പാർക്കർ എന്നുള്ള കാര്യം മറന്നില്ല എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ സെൻഡായ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളി അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മതിയല്ലോ ഫാൻസിൽ, അതാരായിരിക്കും ആ ആൾ, ഹൾക്കാണോ അല്ലെങ്കിൽ ടോം സ്റ്റോൺ ആണോ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഫുൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടോം സ്റ്റോണിൻ്റെ ഫസ്റ്റ് ലുക്ക് ലീക്കായെന്ന് പറഞ്ഞിട്ട് ഒരു ലീക്ക് ഇമേജൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ കറങ്ങുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. ചിലപ്പോൾ ടോം സ്റ്റോണിൻ്റെ ഫസ്റ്റ് ലുക്ക് അത് തന്നെ ആയിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അതിലെ മെയിൻ വില്ലനെ എന്തായാലും നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടില്ല. ഹൾക്കോ അല്ല, സേഡി സിംഗോ അല്ല, ഇവരൊന്നല്ല മെയിൻ വില്ലൻ. അതായത് ഇതിൻ്റെ പ്ലോട്ട് ലീക്കൽ നമ്മുടെ ടോം സ്റ്റോൺ ജാക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വില്ലനെ വെച്ചിട്ട് നമ്മുടെ സ്പൈഡർമാൻ്റെ ബോഡി ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്ന പോലെയൊക്കെയാണ് ഈ പടത്തിൻ്റെ സ്റ്റോറി തന്നെ പോകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സ്പൈഡർമാൻ്റെ ഈ മാൻ സ്പൈഡർ മ്യൂട്ടേഷനൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളതും അതിൻ്റെ എൻഡിൽ ഈ സംഭവം ഓൾമോസ്റ്റ് നമ്മുടെ സ്പൈഡർമാനെ ടേക്ക് ഓവർ ചെയ്തിട്ട് നമ്മുടെ സ്പൈഡർമാൻ മരിക്കുന്ന പോലെ കാണിക്കാൻ വേണ്ടി പോകുന്നതൊക്കെ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദ റിയൽ വില്ലൻ ഇസ് സ്റ്റിൽ ഹിഡൻ. പിന്നെ നമ്മൾ ഈ സ്പൈഡർമാൻ പറഞ്ഞിരിക്കുന്ന ആ ഓർമ്മയുള്ള ആ ഒരാൾ ചിലപ്പോൾ ഹൾക്കാവാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട്. കാരണം ഹൾക്കിന് ഓർമ്മയുണ്ടോയെന്നുള്ള രീതിക്ക് വെക്കാം. എന്നാലും നോക്കാം ആരായിരിക്കുന്നു. പിന്നെ ഈ ഡൂംസ്ഡേനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മാസം 26, 24, 25 ആ ഒരു ഡേറ്റുകളിൽ നമുക്ക് കിട്ടും തോന്നുന്നു. കാരണം നമ്മുടെ കോമിക്കോൺ നടക്കാൻ പോവാണ്. അതായത് അതിൻ്റെ പോപ്പപ്പ് സംഭവങ്ങളൊക്കെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മെയിനായിട്ട് അതായത് നമ്മുടെ മാർവൽ ഡൂംസ്ഡേ വെച്ചിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. സോ ഒരു പക്ഷേ ആ ഡൂംസ്ഡേയുടെ ആ ട്രെയിലർ നമുക്ക് ആ കോമിക്കോണിലെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റ് കിട്ടിയായിരിക്കും. എന്തായാലും അത് നടക്കട്ടെ. എന്തായാലും 24 തൊട്ട് 25, 26 ആ ടൈമിലാണ് ഇത് നടക്കുന്നത്. നോക്കാം എന്തെങ്കിലുമൊക്കെ വരുമെന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് കുറച്ച് ലീക്സ് ആൻഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.